നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിദുഃഖകരമായ ഒരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകന്റെ ആത്മഹത്യ. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവിനെ ബാങ്കിന് മുന്നിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ബാങ്കിന് സമീപത്ത് താമസിക്കുന്നവരാണ് ബാങ്കിന്റെ പടികൾക്ക് സമീപം മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിലായിരുന്നു ആത്മഹത്യ. നിക്ഷേപക തുക തിരികെ ആവശ്യപ്പെട്ടു സാബു ഇന്നലെ ബാങ്കിലെത്തി. എന്നാൽ നിക്ഷേപക തുക തിരികെ കിട്ടിയില്ല. ഇതേ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ 7:30യോടെയാണ് സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ബാങ്കിന് പിന്നിൽ പ്രതിഷേധവുമായി BJP അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ബാങ്കിന് മുന്നിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്നയാളായിരുന്നു സാബു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. 25 ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിച്ചത്. ഈ പണമാണ് തിരിച്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ ബാങ്ക് ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. മാസം തോറും നിശ്ചിത തുക നൽകാമെന്നായിരുന്നു ബാങ്ക് അറിയിച്ചത്. ഇതിനനുസൃതമായി തുക നൽകുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ചികിത്സാർത്ഥം കൂടുതൽ തുക ആവശ്യപ്പെട്ട് സാബു ബാങ്കിലെത്തി. തുടർന്ന് ജീവനക്കാരുമായി തർക്കമുണ്ടായി. തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാബുവിന്റെ ഭാര്യ. രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ തന്നെ അസഭ്യം പറഞ്ഞു, പിടിച്ചു തള്ളി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ ആത്മഹത്യക്ക് കാരണം ഇവരാണ് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലുകളും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2 വർഷം മുമ്പാണ് CPM ഭരണസമിതിക്ക് കീഴിൽ വന്നത്. പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണിത്. കുറഞ്ഞ നിക്ഷേപകർ മാത്രമേ ഇവിടെയുള്ളൂ. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പും വളരെയധികം നിർണായകമായി മാറിയിരിക്കുകയാണ്. സാബുവിന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ കിട്ടിയില്ല എന്നും അപമാനിച്ചെന്നും അതിൽ മനംനൊന്താണ് ജീവൻ ഒടുക്കുന്നതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും അറിയാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് സാബു എഴുതിയിരിക്കുന്നത്. തന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരായ 2 പേരുമാണെന്നും ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് തന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ അപമാനിച്ചുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നാലും വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. താൻ നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ബാങ്കുകാർ നൽകിയില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.